അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയമുണ്ടോ? പരിചയം സാധാരണ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങക്ക് മൂപ്പരെ പരിചയമുണ്ട്? ആ പരിചയമുണ്ട്. നിങ്ങൾ എങ്ങനെയാ പരിചയം എന്ന് ചോദിക്കും. കുറച്ച് കഴിഞ്ഞാലോ കുറച്ച് കഴിഞ്ഞാൽ എന്താ ചോദിക്കാം, മൂപ്പര് ആളെങ്ങനെയാ? അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എങ്ങനെയാ പരിചയപ്പെട്ടെ? ആരാ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ തലയിൽ വരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്റെ തലയിൽ എന്താണ് വരുന്നത് എന്ന് ഈ ഭൂമിയിൽ എന്നെ സമാധാനത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ നമ്മുടെ തലയിൽ വരും? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 സെക്കൻഡിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹ് ആലോചിക്കുമ്പോൾ ശരിക്കും എന്താ വരിക? പേടിയാണോ? എന്താ ശരിക്കും വരിക? അള്ളാഹ് ഉണ്ട്. അല്ല, ഇന്ന് നമ്മൾ പള്ളിയിൽ വന്നിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ശരിക്കും എന്തിനാ നമ്മളിന്ന് പള്ളിയിലൂടെ വന്ന് ഇരിക്കണത്? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി, ഉള്ളിൽ തന്നെ ചോദിച്ചു നോക്കി, എന്തിനാ അപ്പം നമ്മളിവിടെ വന്ന് ഇരിക്കണത്? വെള്ളിയാഴ്ച അല്ലേ, മോശമല്ലേ, പോയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കൂ, നിങ്ങളവിടെ പള്ളി കൂടി പറയാൻ പറ്റൂലല്ലോ, വെള്ളിയാഴ്ച പള്ളി പോയില്ലേ മോശ, അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞു. നാലോചിച്ച് നോക്കിയായിട്ട് പള്ളിയിൽ ഇവിടെ വന്ന് പടച്ചവനൊന്നും തലയിലില്ല, അങ്ങനെയാണെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാ. എന്നാലോചിച്ച് നോക്കാം, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾ നമസ്കരിക്കാൻ പറഞ്ഞ്? അതുപോലെ നമുക്കറിയില്ല. എന്റെ ദാസൻ, അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്നെ കുറിച്ച് എന്താണോ എന്റെ ദാസൻ, എന്റെ അടിമ വിചാരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ എന്റെ അടിമക്ക്. ഞാന് പടച്ചോനെ കുറിച്ച് വിചാരിക്കുന്നത് ശിക്ഷിക്കൂ, അല്ലാഹ് പടച്ചോ ശിക്ഷിക്കൂ, പടച്ചോ വേനാക്കൂ, ഇങ്ങനെയാണ് ചിന്തിക്കണമെങ്കിൽ പടച്ചോ എന്താ പറയുന്നത്? ഞാൻ അങ്ങനെയാണ്. നേരെ മറിച്ച് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളില്ലേ, നമ്മളെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നമ്മളെ പെണ്ണുങ്ങളേക്കും ആരായിക്കോട്ടെ, ഓരാലോചിക്കുന്ന സമയത്ത് എന്താ വരിക? എന്നോട് ഒരുപാട് സ്നേഹമുള്ള, അല്ലേ, ഖുദ്സി ആയിട്ടുള്ള ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ഖുദ്സി എന്താ പറഞ്ഞു? എങ്ങനെയാണ് എന്റെ അടിമ, എന്റെ ദാസൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. കാരണം നമ്മൾ പല തരത്തിലും പല ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കണം, അത് ഇത് ഒരു റിച്വൽ പോലെ, അതായത് ഒരു കടമ നിർവഹിക്കണ പോലെ. സാധാരണ നമ്മൾ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി ആ പള്ളിയിൽ പോകണ്ടേ, ഗുണം വേണ്ടേ നമുക്ക്? ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് അങ്ങനായി വേഗം പോവാ. എന്നെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു ഞാൻ. അതുകൊണ്ടാട്ടോ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ എങ്ങനെ ആലോചിക്കുന്നു. പിന്നെ അള്ളാഹ് എന്താ പറഞ്ഞെന്ന് അറിയാം നിങ്ങൾക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അള്ളാഹിനിപ്പോ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാം. മനസ്സിൽ ആലോചിക്കുമ്പോ അള്ളാഹ് നിന്റെ അടുത്തുണ്ടാവും പറഞ്ഞു. ഞാൻ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാം, അപ്പൊ അള്ളാഹ് അടുത്തുണ്ടാവും. അതേപോലെ അള്ളാഹ് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ഇപ്പൊ ചിന്തിക്കണേ, ഞാൻ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം, മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പൊ അള്ളാഹ് എന്താ പറയുന്നറിയോ? അള്ളയും ചിന്തിക്കാം. അതായത് അള്ളയും നമ്മളെ കുറിച്ച് ഓർക്കുന്ന പറഞ്ഞു. ഞാൻ അള്ളാഹിനെ ഓർക്കുകയാണെങ്കിൽ അള്ളയും നമ്മൾ ഓർക്കുന്ന പറഞ്ഞു. ഇനിയിപ്പോ ഒരു സദസ്സിൽ വെച്ചിട്ട് ഞാൻ അള്ളാഹിനെ ഓർക്കുകയാണ്, അതായത് ഞാനിപ്പോ ഈ ഒരു സദസ്സിൽ വെച്ച് ഞാൻ അള്ളാഹിനെ ഓർക്കുന്നുണ്ട് എങ്കിൽ എന്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലും മനോഹരമായ, അത് ഇതിലും വലിയ ഒരു സദസ്സിൽ വെച്ചിട്ട് എന്നെ ഓർക്കുന്ന പറഞ്ഞു. അത് ഇതിലും വലിയ സദസ്സ് പറഞ്ഞാൽ മലക്കുകളോടൊപ്പമുള്ള സദസ്സ് എന്ന് പറഞ്ഞു. ഇനി അടുത്തതോ, ഞാൻ, അതായത് മനുഷ്യരെന്ന ഞാൻ അടുക്കാണ്, അള്ളാഹിലേക്ക് അടുക്കാണ്. എത്ര നോക്കിയ ഒരു ചാണ് ഇത്ര എടുത്താൽ മതി. ഇത്ര എടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര കൈമുട്ട് വരെ ഒരു മുഴ എടുക്കും. അതാ പറയണേ. ഇനിയിപ്പോ ഞാനിത് അത്ര എടുത്താലോ, ഒരു മുഴ എടുത്താലോ, ഒരു ഭാരം എന്നാ പറയുക, ഒരു ഭാരം എന്ന് പറഞ്ഞാൽ അത്ര 2 കൈ നീട്ടി പിടിച്ചാൽ എത്രയാണോ അത്രയും ഞാൻ എടുക്കും. ഇനി അടുത്തതോ, ഒന്ന് നടന്നെടുത്താലോ, ഞാൻ ഓടിയെടുക്കുന്ന പറഞ്ഞു. എന്താണ് അല്ലാഹ്? ഈ ലോകത്തിൽ എന്റെ അള്ളാഹ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നത്ര
ലോകത്തിൽ വേറൊരാൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റൂല എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവണം. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ ഉമ്മയാണ് എന്ന് പറയുമ്പോ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ ഉമ്മയെ ഉണ്ടാക്കിയത് അള്ളാണ്. ഒരു നല്ല ഉമ്മയെ എനിക്ക് കിട്ടിയെന്ന് നോക്കാം. മോശം ഉമ്മാരെ കിട്ടിയ ആൾക്കാരുണ്ടേ. ഒരു നല്ല ഉമ്മയെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ആ ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ആ സ്നേഹം വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമാണ് എന്ന ചിന്ത എനിക്കില്ല എങ്കിൽ കഴിഞ്ഞ കഥ. കാരണം എന്താണെന്നറിയോ? എന്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എനിക്ക് ഈ ഭൂമിയിൽ കിട്ടിയ എല്ലാ സൗഭാഗ്യവും എന്റെ പടച്ചോൻ എനിക്ക് തന്നതാണ് എന്ന വിശ്വാസം എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യത്തിന്റെ പേരാണ് സമാധാനം. അതുകൊണ്ടാണ് അള്ളാഹനെ അറിയണം. അള്ളാഹനെ അറിയണം എന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടത് നമ്മുടെ കുട്ടിക്കാലം മുതലായിരിക്കും. നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മക്കളുടെ കുട്ടിക്കാലം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പടച്ചോനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എങ്ങനെ അറിയോ? ശിശിക്ക് കേട്ടോ, സ്കെച്ചില്ലെങ്കിൽ പടച്ചോ തീയിലിടും. പടച്ചോ തീയിലിടും. സ്കെച്ചില്ലെങ്കിൽ തീയിലിടുന്ന ആളാണ് പടച്ചോൻ. പടച്ചോനെ പേടിപ്പിക്കാം. പടച്ചോനെ വെച്ചിട്ട് പേടിപ്പിക്കാം. ഒരു ഭീകര രൂപം ഉണ്ടാക്കാം പടച്ചോനെ പറ്റിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ആ ശിക്ഷയെ പറ്റി പറഞ്ഞത്? അത് നമുക്ക് വേണ്ടിയിട്ടാ. നിസ്കരിക്കാന്ന് പറഞ്ഞാൽ, ഒരു നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ വരുന്നത് നിസ്കരിച്ചാള ആണ്. നിസ്കരിച്ചാള നമ്മൾ നിസ്കരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലതും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. അള്ളാഹ്ക്കൊന്നും വേണ്ട. അള്ളാഹാണ് എല്ലാം ഉണ്ടാക്കിയത്. അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാണ്? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞേ? അത് നമ്മൾ ചിന്തിക്കണില്ല. ഹയ്യാലസ് സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരും, വിജയത്തിലേക്ക് വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിസ്കാരം ഉണ്ടാക്കിയത്, അല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. എന്താ? നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോവാ, നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോവാ. ഒന്ന് ആലോചിക്കേ. ഈ ഭൂമി പോലും ഒരു സ്വർഗ തുല്യം അല്ലെങ്കിൽ ഒരു നരക തുല്യം എന്ന രീതിയിൽ, അതായത് സന്തോഷം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ സമാധാനക്കേട് എന്ന രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നതിന്റെ യഥാർത്ഥ റീസൺ എന്താണെന്നറിയോ? എന്താ? ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കും. അതായത് എനിക്കറിയില്ല നാളെ എന്താ വരാം, എന്നാലും ഞാനത് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചു അങ്ങനെ അതോ ബേജാറാ. ഇനിയിപ്പോ കഴിഞ്ഞു പോയ കാര്യം ആലോചിച്ചോ, സങ്കടം തീരൂല. എന്തുകൊണ്ടാ നിസ്കരിക്കാൻ പറഞ്ഞു? എന്നോടാ സുബഹി നമസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കി. സുബഹി നമസ്കാരം കറക്റ്റ് അത്രയും നേരത്തെ ഒന്നുകൊണ്ടായിരിക്കും വെച്ചിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കി. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്തായിരിക്കും ആലോചിച്ച് നോക്കി. എന്തൊരു ബുദ്ധിമുട്ടിക്കലാണല്ലേ ശരിക്കും ആലോചിക്കുക. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ ബുദ്ധിമുട്ടാണ്. അന്നത്തെ ആ സമയത്ത് പോയി എന്തിനായിരിക്കും ആ ഒരു സമയത്ത് നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന ആ ഒരു കാര്യം, ആ ഒരു അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടായിരിക്കും വെച്ചു? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എന്റെ അള്ളാഹനെ ആദ്യം വെക്കൂ എന്നെ ശരീരത്തിനെ പഠിപ്പിക്കണമെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ എഴുന്നേറ്റ് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ തീരെ വയ്യ, സഹിക്കാൻ പറ്റാത്ത പനി. ആലോചിച്ചോ. ആ സമയത്താണ് എന്റെ മോക്ക് നല്ല വയ്യായി കഴിഞ്ഞാൽ ഞാൻ അറിയണേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടില്ല, ഭയങ്കര പ്രശ്നമാവും. എനിക്ക് തീരെ വയ്യ, എനിക്ക് തീരെ വയ്യ. എനിക്കിപ്പോ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഓളയും കൊണ്ടൊന്ന് പോകാൻ പറ്റൂല എന്ന് നമ്മളവിടെ കിടക്കുവോ? ഇല്ല. നമ്മളെന്താ ചെയ്യാ? ആ പനി വെച്ച് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ കുട്ടിയെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. നമ്മൾ എവിടുന്നോ എനർജി വരും. അതിന്റെ അർത്ഥം എന്താ? എന്റെ കുട്ടി എനിക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് എന്റെ ശരീരത്തെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ? എന്റെ കുട്ടി ജനിച്ച മുതൽ ഞാൻ എന്റെ ശരീരത്തിന് പഠിപ്പിച്ചുകൊടുക്കുക. എങ്ങനെ പഠിപ്പിച്ചുകൊടുക്കണേ? എന്റെ മോള് മാഷാ അല്ലാഹ് ചെറിയ കുഞ്ഞിക്കൈ കുഞ്ഞിക്കാലും അല്ലാഹ് അൽഹംദുലില്ലാഹ് കരയാണ്, മാറോട് ചേർത്ത് പിടിക്കാണ്, അല്ലേ? വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാണ്. ഓൾ കരയുന്ന എനിക്ക് കാണാൻ പറ്റൂല. ഇതേ രീതിയിൽ എന്റെ ശരീരത്തെ ഞാൻ പഠിപ്പിക്കാണ്. എന്റെ കുട്ടി പ്രധാനപ്പെട്ടതാണ്, അതേ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനം വിട്ടുപോയില്ല. അങ്ങനെ പഠിപ്പിക്കണോ? ബുദ്ധിമുട്ടുള്ള സമയത്ത് പോണം. സർവീസുകാരല്ലേ, ബുദ്ധിമുട്ടല്ലേ? സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഓഫറാണ്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും 1000 രൂപ വീതം. അല്ലാഹ് ആലോചിച്ച് 7000 രൂപ. പള്ളി നിറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് 1000 പേരാണോ? പറഞ്ഞല്ല. നിങ്ങൾ വന്ന് നിസ്കരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സമാധാനത്തിൽ ജീവിക്കുക. കാരണം നിങ്ങൾ ആദ്യം വെക്കണം എന്നെയാണ്. ഇന്നെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കെൽപ്പുള്ള ഒരാളടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കാം, അല്ലേ? കാരണം അയാൾക്ക് അറിയാം ഈ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം, ഈ പ്രശ്നങ്ങൾ നേരിട്ട് പരിചയമുണ്ട്, അല്ലേ? അപ്പൊ നമ്മളെ അടുത്ത് പോകും, ചോദിക്കും. നമുക്ക് ഒരു സമാധാനം, ഇയാളടുത്ത് പോയി ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഈ ഭൂമി ഉണ്ടാക്കിയ അള്ളാഹിനേക്കാൾ കൂടുതൽ ആർക്കാണ് അറിയാം? ആ അള്ളാഹിന്റെ ലൈഫ് വെച്ച് കഴിഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ അർത്ഥം എന്താ? സമാധാനം വേണോ? നിസ്കരിച്ചോ, ഇത്രയേ ഉള്ളൂ. സുബഹി പള്ളിയിൽ പോയിക്കോ, വക്തിന് പള്ളിയിൽ പോയിക്കോ. വക്തിന് പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ പണിയെടുത്തോണ്ടിരിക്കുക, ബാങ്ക് കൊടുക്കുക, കുറച്ചേരം കയ്യട്ടെ, ലശ കയ്യട്ടെ. അതിന്റെ അർത്ഥം എന്താ? ഉദാഹരണത്തിന് എന്റെ നമുക്ക് തീരെ വയ്യട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ തീരെ വയ്യ, നല്ല ക്ഷീണുണ്ട്.
അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഒരു വർക്കിലാണ്, ഒരു പണി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. പെണ്ണുങ്ങൾ പറയാം, അലിക്ക നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് മോളൊന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തല്ലോ ഭയങ്കര സീനാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും. അത് ഞാൻ ഈ പണി ഒന്ന് തുറത്തോട്ടെ കഴിഞ്ഞിട്ട് അങ്ങ് ചെയ്യോ? ഇല്ല, ഞാൻ എല്ലായിടത്തും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്താക്കും, എൻ്റെ കുട്ടീനെ കൂടെ ഓടും ഹോസ്പിറ്റലിലേക്ക്. അല്ലേ, എന്തുകൊണ്ടാണ്? എൻ്റെ കുട്ടി അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എനിക്ക്. അതേപോലെ എൻ്റെ കുട്ടി എനിക്ക് തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ അല്ലട്ടോ, അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് എനിക്കൊരു സന്തോഷം എൻ്റെ കുട്ടീനെ കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പടച്ച അല്ലാഹ് തന്നതാ, അത്രയേ ഉള്ളൂ. ഒരാളൊരു പൈപ്പ് ഇവിടെ ഉണ്ടാക്കി തന്നു. ആ പൈപ്പ് ഉണ്ടാക്കി തന്ന് ഞാൻ ആ പൈപ്പ് അങ്ങനെ തുറന്ന് പൂവൊക്കെ എടുത്ത് അങ്ങനെ വരാം. ഞാൻ താങ്ക് യു പറയണം, പൈപ്പ് താങ്ക് യു അങ്ങനെയാണ് പറയാ. ഇവിടെ ആരായി പൈപ്പ് ഉണ്ടാക്കിയെന്നല്ലേ ചോദിക്കുക അല്ലേ? അയാളുടെ നമ്മൾ നന്ദി പറയാം. അതേപോലെ ഈ ഭൂമി ഉണ്ടാക്കിയ, ഈ പള്ളി ഉണ്ടാക്കിയ, മനുഷ്യന്മാരുണ്ടാക്കിയ, ഈ പള്ളി രൂപകൽപ്പന ചെയ്യാൻ ബുദ്ധി കൊടുത്ത അള്ളയില്ലേ, ആ അള്ളാനെ നമ്മൾ ആദ്യം വെച്ചു എന്ന് വിചാരിക്കുക, പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഇതേ രീതിയിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ മോനെ പടച്ചോൻ എത്ര ഇഷ്ടമാണെന്നറിയോ? അങ്ങനെ പറയരുത്. പടച്ചോൻ എന്തെല്ലാം തരാമെന്നറിയോ? പോസിറ്റീവ് രീതിയിൽ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് പടച്ചോനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് പേടി എന്ന രൂപത്തിലാണ് വളരുക. ചെറിയ പ്രായത്തിൽ ഒരുപാട് പേടിക്കിട്ടോ മക്കൾ എന്തായാലും പേടിക്കും, തീയിലിടും, അത് ഇത്. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലല്ലോ. കാരണം അവർക്ക് ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം പേടിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ടല്ലോ, ഉണ്ടോ? നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മളെ പേടിപ്പിച്ച ഒരു മനുഷ്യന്മാർ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ മോളെ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ലേ? ആലോചിക്കുക, ഉണ്ടോ? കടന്നിട്ട്. അതേപോലെ എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പടച്ചോൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോട്ടോ. ആലോചിക്കല്ലേ? ജനിച്ച ഉടനെ ചോരക്കുഞ്ഞിനെടുത്ത് തീയിലേക്കറിയാൻ പറയണം. ഒന്ന് ആലോചിക്കുക. ജനിച്ച ചോരക്കുഞ്ഞിനെടുത്ത് തീയിലേക്കറിയാൻ പറഞ്ഞാൽ ഉമ്മക്ക് എത്ര വേണിക്കും? സഹിക്കാൻ പറ്റുമോ? അല്ലേ? താൻ പ്രസവിച്ച കുഞ്ഞിനെടുത്ത് മറ്റേ തീയിലേക്കറിയാൻ പറഞ്ഞാൽ സഹിക്കോ അമ്മ? അതിനേക്കാൾ വേദനയാണ് അള്ളാഹ് നമ്മളെ തീയിലിടുന്നത്. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണേ, എന്ത്? തീയിലിട്ടോ എന്ന്. പഠിച്ചോ നല്ല ഇൻട്രസ്റ്റ് നമ്മളിങ്ങനെ തീയിലിട്ട് ഇങ്ങനെ കളിക്കാൻ. ഇസ്തഗ്ഫിറുല്ലാഹ് വച്ചൂബിലി. അല്ല, അള്ളാന്റെ കാരുണ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. അർ-റഹ്മാൻ റഹീം നമ്മൾ നിസ്കരിക്കുമ്പോൾ പറയാം അർ-റഹ്മാൻ റഹീം. അല്ലേ? എന്റെ അർത്ഥം എന്താ? ക്രൂരമായി ശിക്ഷിക്കുന്ന അള്ളാഹ് ആ പേരില്ല എന്നല്ലോ ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതലായി നമ്മൾ പറയുന്ന അള്ളാന്റെ കാരുണ്യത്തെ കുറിച്ചാ. ഈ കാരുണ്യത്തെ കുറിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോ നമ്മുടെ തലയിൽ എങ്ങാനും ഏതെങ്കിലും രീതിയിൽ അള്ളാഹിനെ കുറിച്ച് പേടിപ്പെടുത്തവൻ ആ രീതിയിലാണുള്ളത് എങ്കിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കൂല. അതുകൊണ്ടാണ് വിഷമഘട്ടത്തിൽ വരുന്ന സമയത്ത് ചില ഖുർആനിക് വചനങ്ങൾ എനിക്ക് സമാധാനം. കാരണം ഇത്രയും കാലം ഞാൻ ഈ ഖുർആനിക് ആയത്തുകളൊന്നും കേട്ടിട്ട് എനിക്കൊരു ഫീൽ വന്നിട്ടില്ല. വിഷമം വന്ന സമയത്ത് ഇതിന്റെ അർത്ഥം കേൾക്കുമുണ്ടല്ലോ, റബ്ബേ എനിക്ക് എത്ര ഗുഷ്ടായിരുന്നു റബ്ബേ. അതുകൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാ വേദന വരുന്നത്? എന്തുകൊണ്ടാ? ഈ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് കിട്ടുന്ന സാധനം ഹിദായത്തല്ലല്ലോ. എനിക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റില്ല, എന്റെ കുട്ടിക്ക് പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയാണ് നൂനബിന്റെ മോൻക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റൂലേ? അബൂ താലിബിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് കൊടുക്കാൻ പറ്റൂലേ? പറ്റിയിട്ടില്ലല്ലോ. ഹിദായത്ത് ആരെ കൊടുക്കുക? ഒരു മുസ്ലിം കുടുംബത്തിൽ നിങ്ങളെ കുട്ടി ജനിച്ച് നല്ല രീതിയിൽ ആ കുട്ടിയെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കി, നിങ്ങളുടെ കുട്ടി ഹിദായത്ത് നിങ്ങളെ കൊണ്ട് വിട്ടുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്, ഇല്ല. നിങ്ങളോട് പണിയെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഹിദായത്ത് കിട്ടണോ കിട്ടണ്ടേ? അത് അവിടെയാ. ഞാൻ ഏത് രീതിയിലാണ് എന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത് വളരെ ഇമ്പോർട്ടന്റാ. ചിലന്മാരൊക്കെ എടുത്ത് ഒന്നിങ്ങനെ പറയും, എന്ത് പറയാനാ സാറേ, പള്ളിയിലേക്ക് പോവേ ഇല്ല, ഫുള്ള് ഫോണും പിടിച്ചടങ്ങനെ ഇരിക്കല, അവസാനം അങ്ങനെ ചീത്ത പറഞ്ഞ് തള്ളി വിടല, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? എന്നാലും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓനക്കൊരു ബേജാറാണ്, പടച്ചമ്പുരാൻ അടുക്കളയിൽ നിന്ന് ഇപ്പൊ വരും ബഹുതായിട്ട് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മോനോട് പള്ളിയിൽ പോകാൻ പറയല്? മോനൊന്ന് പള്ളിയിൽ പോവോ? അങ്ങനെയാണോ പറയാ? അല്ല, അങ്ങനെ പറഞ്ഞവൻ കേൾക്കൂല. 3-4 തെറിക്ക പറഞ്ഞാലും കേൾക്കുള്ളൂ എന്ന് ആലോചിക്കണേ. അതാൻ പറഞ്ഞത് കാഫിർ എന്റെ പള്ളിയിൽ തന്നെ ഒന്ന് പറഞ്ഞോ, ഇതൊന്നും കേൾക്കാൻ അമ്മ ഇക്കോടെ ഞാൻ പള്ളി പോയിക്കോളൊന്ന് മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞു. പള്ളി പോയി നോക്കാം. അങ്ങനെ പള്ളിയിലൊക്കെ പോയി ഓനക്ക് ആ ശീലം വന്നു. ഹിദായത്ത് കിട്ടിയെന്ന് കുട്ടിക്കോ. മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ടും പോവാണേ. ഓക്കെ, അതിന് നാളെ മനുഷ്യരിലെത്തണം ഉമ്മയും മോനും. മാഷാ അല്ലാഹ്, മോനിങ്ങനെ സ്വർഗത്തിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണേ. ഉമ്മ കുറച്ച് അമല് കുറവുണ്ട്. അപ്പോഴാണ് ദൂരത്ത് മോൻ, അല്ല മോനെ ഉമ്മക്ക് കുറച്ച് അമല് കുറവുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അമല് വേണേ. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യത്തിന് അമലുണ്ട്. ഇനി എന്റെ മോന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദേഷ്യമൊക്കെ പിടിച്ചില്ലേ അമ്മ, ചീത്തൊക്കെ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് പോയി അമ്മല അന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് ലേശം ഉമ്മയും മോനൊക്കെ അവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒരു അമലിന്റെ മോളോ മോനെ തരൂല.
തരൂല. അങ്ങനെ തന്നെ പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാം, ആരും തരൂല, ഒരാൾ സഹായിക്കില്ല. ഇവിടെ ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന ബോധം എന്റെ തലയിലെങ്കിലും പോയി കഴിഞ്ഞു. ആരെങ്കിലും കാണിക്കാനാണ് പള്ളിയിൽ വന്നിരിക്കണമെങ്കിൽ ഫബൈലുൽ മുസ്ലിം, അവർക്ക് നാശം തീർന്ന്. ഒന്ന് ആലോചിച്ച്, കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്ന് മൂപ്പരെ പള്ളി പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ പള്ളിയിൽ വന്ന് ക്ലാസ് ഒക്കെ കേട്ട് 10-30 മിനിറ്റ് പോയി കഴിഞ്ഞിട്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങൾക്ക് നാശമാണെന്ന്. എന്തുകൊണ്ടാണ് നാശം എന്ന് പറയാനുള്ള റീസൺ? നിങ്ങൾക്ക് ആൾക്കാരെ കാണിക്കുമ്പോൾ സമാനം എന്ത് 30 മിനിറ്റ് പോയി എന്നല്ല നിങ്ങൾക്ക് ഉള്ളാഭ മനസ്സിലും ആലോചിക്കി. ഇവിടെ വന്നൊരു 30 മിനിറ്റ് ചെലവഴിച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ് പോയി. എന്തിന്? ആരോ അതെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പറയാൻ ഇന്ന പള്ളിയിലാണ് ഞാൻ ജുമാക്ക് പോയത് എന്ന് പറയാൻ വേണ്ടി 30 മിനിറ്റ് പോയി. അസ്തഗ്ഫിറുല്ലാഹ്. ആ 30 മിനിറ്റ് നഷ്ടപ്പെട്ടില്ലേ? ഇനി അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പാസ്റ്റിൽ, അതായത് എന്റെ ഭൂതകാലത്ത് ഞാൻ അത്രയും മോശമായ രീതിയിൽ ജീവിച്ച ഒരാളാണെന്ന് കൂട്ടിക്കോ. അത്രയും മോശമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ, അത്രയും മോശമായ രീതിയിൽ അങ്ങനെ ജീവിച്ച ഒടുവിൽ എനിക്ക് ഹിദായത്ത് റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഇത് ഞാൻ ചെയ്ത തെറ്റാണല്ലോ റബ്ബേ, എനിക്ക് പുറത്തുകൊണ്ട് റബ്ബേ ഇസ്തിഗ്ഫാർ ചെയ്യാം. അനേഷോ ഞാൻ ഇനി ഒരിക്കലും ആ തെറ്റുകളിലേക്ക് പോകില്ല റബ്ബേ, തൗബ ചെയ്യണം. ഈ തൗബ ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുതിരാണ്. അപ്പൊ അള്ളാന്റെ ഓഫർ എന്താ അറിയാം? നിങ്ങൾ ഭൂതകാലത്ത് ചെയ്തിട്ടുള്ള തെറ്റുകളില്ലേ, മോശമായിട്ടുള്ള കാര്യങ്ങളില്ലേ, മോശമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടില്ലേ, ലോൺ ആയിക്കോട്ടെ, പലിശ ആയിക്കോട്ടെ, നീ തെറി പറഞ്ഞതായിക്കോട്ടെ, കള്ളു കുടിച്ചായിക്കോട്ടെ, വേറെ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തായിക്കോട്ടെ, അതൊക്കെ മാറ്റി കൂലിയാക്കി രേഖപ്പെടുത്തും. ഒന്ന് ആലോചിക്കട്ടെ. നമ്മൾ പലപ്പോഴും തോന്നാറില്ലേ, നല്ല ബാക്കോട്ട് പോയിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഇനി എന്നുള്ളത്. അള്ളാഹ് സമാധാനം തരുന്നു നോക്കി. പാസ്റ്റ്, അതായത് ഭൂതകാലം മാറ്റാൻ അവസരം ആരേ തരുന്നുള്ളൂ? അള്ളേ തരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചൊന്നും വേസ്റ്റ് ആവില്ല. ഇനിയിപ്പോ മോശമായ രീതിയിലാണ്, ഇപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നോക്കുക, അതിനൊന്നും ഞാൻ നിയത്ത് വെച്ചിട്ടില്ല. ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓരെന്നെ കുറിച്ച് നല്ല പറയണം, ഓർക്കൊക്കെ ഒരു സന്തോഷം വരണം, ഓരൊക്കെ പറയണം മൂപ്പര് നല്ലൊരു മനുഷ്യനാട്ടോ, മൂപ്പരോട് സംസാരിച്ചാൽ മനസ്സിനൊരു തൃപ്തിയാണ് എന്ന് ഓര് പറയുന്നത് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബാക്കിയുള്ള നാട്ടുകാരൊക്കെ പറയാൻ വേണ്ടി ഞാൻ ചെയ്തു നോക്കുക. നല്ല ആൾക്കാരാണ് നമ്മളൊക്കെ. ഇവരെ കുറിച്ച് അവസ്ഥ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഒരു അവസ്ഥ? അതെന്താ പറയുന്നറിയോ? നല്ല അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര തെരച്ചുള്ള ആളാ. നിങ്ങൾ ആരെ കാണിക്കാനോട് ചെയ്ത് ഓരോട് പോയി ചോദിച്ചോളി എന്നാ പറയാ. നിങ്ങൾ ആരെ കാണിക്കാനാണോ ചെയ്ത് അവരോട് പോയി ചോദിച്ചോളിന്ന്. അള്ളാഹിനെ കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് എന്താ? എന്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞേ? എനിക്കാണ് വേണ്ടി, എനിക്കാൻ വേണ്ടി. അങ്ങനല്ല. ഞാൻ ഒന്ന് ആലോചിക്കും, ഞാൻ എന്റെ ഫ്രണ്ടിന് ഓനക്കൊക്കെ ചെയ്തു കൊടുക്കണേ, എല്ലാം ചെയ്തു കൊടുക്കാം, ഓനക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ചെയ്തു കൊടുക്കാം. നാളെ ഓൻ എനിക്കൊരു ആവശ്യം വന്നപ്പോ ഒന്നില്ല, എത്ര സങ്കടം ആലോചിക്കും. ഉണ്ടാവോ? ഓൻ എന്റെ ഫ്രണ്ടാണ്, ഓനോട് എനിക്കൊരു കടമയുണ്ട്. റബ്ബേ, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. തീർന്ന് അവിടെ തീർന്നു പറഞ്ഞാൽ എന്താ അറിയോ? എന്റെ ഫ്രണ്ടിന് എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്നതിനേക്കാൾക്ക് എത്രയോ ഇരട്ടി, അതായത് എന്റെ മനസ്സിനെ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത അള്ള എനിക്ക് തരും. ഖലാസ്. അപ്പൊ നാളെ ഓനൊരു ആവശ്യത്തിന് ചോദിച്ചിട്ട് ഓൻ തിരിച്ചെന്നില്ല, എനിക്ക് ഓനോട് ദേഷ്യം വരും, വെറുപ്പ് വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹിനെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞേ? സമാധാനത്തിൽ ജീവിക്കാനാ. അല്ലാണ്ട് നിങ്ങൾ ഇന്നെ സ്നേഹിക്ക്, എനിക്കാണ് സ്നേഹം വേണ്ടി, ഞാനല്ല നിങ്ങൾ ഉണ്ടാക്കി ശിർക്കിൽ. എന്തുകൊണ്ടാ ശിർക്കിനെ പുറകെ പോകണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ പോയി അങ്ങനെ സമാധാനം കിട്ടൂല. ഇന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എല്ലാവരും ഇന്റെ അടുത്തേക്കാ വരണ്ടേ? അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവും, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ആണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാ? നമുക്ക് വേണ്ടിയിട്ടാ. ഇതാണല്ലോ കരുണാമയനാണ്, കരുണാനിധിയാണ്. ഇതാണല്ലോ. ഇങ്ങനെയാണ് അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഓർക്കണ്ടേ. ഇത് നമ്മുടെ ശരീരത്തിനെ പഠിപ്പിക്കണം കേട്ടോ. അൾട്ടിമേറ്റ്ലി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പഠിക്കൂല. ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കൊരു ഫീല് മാത്രമേ വരുള്ളൂ. അങ്ങനെ പറയും, ക്ലാസ് കേൾക്കുമ്പോ ഒക്കെ ഒരു സമാധാനമാണ് കേട്ടോ എന്നറിയും. ആ സമാധാനം നല്ല പറയാ, അത് തൽക്കാലം ഒരു മറയാണ്, ആ ഒരു ഫീൽ ഉണ്ട്. കാരണം എന്താ? ഇത്രയും നേരം ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്റെ ചിന്ത എനിക്ക് വേദനകളാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്റെ ശരീരത്തെ പഠിപ്പിക്കണം. ശരീരത്തെ എങ്ങനെ പഠിപ്പിക്കാന്നറിയാം? ശരീരത്തെ എങ്ങനെ പഠിപ്പിക്കുക? പ്രവർത്തിച്ചിട്ടാ. ശരീരം ഒരു കാര്യം പഠിക്കണമെങ്കിൽ അനങ്ങണം, അനങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്. എന്താണെന്നറിയോ? വാ, എങ്ങനെ ഒരു അടുക്കെന്നാ പറഞ്ഞ്, അടുക്ക് അനങ്ങുന്നാ പറഞ്ഞ്, അനങ്ങാൻ ഞാൻ കൂടുതൽ വരുന്ന അള്ളാഹ് പറഞ്ഞു. ആലോചിക്കേ. അതുപോലെ അള്ളാഹ് എന്തുകൊണ്ടാ പറഞ്ഞ്? ഞാൻ ആദ്യം അങ്ങോട്ട് വരുന്നല്ല പറഞ്ഞ്. നമ്മുടെ ശരീരത്തിന് അള്ളാഹ് ഉണ്ടാക്കി അങ്ങനെ, നിങ്ങൾ അനങ്ങിക്കോ, നിങ്ങൾ അനങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാ, 100%. അപ്പൊ എങ്ങനെ അനങ്ങണ്ടെന്നറിയോ? എന്റെ അള്ളാഹ് അവിടെ ഉണ്ട്, എന്റെ അള്ളാഹിനെ ഞാൻ ആദ്യം വെക്കുന്നു, ആ രീതിയിൽ ഞാൻ അനങ്ങാണ് എന്ന രീതിയിൽ ഞാൻ അനങ്ങിയൊക്കെ. രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തിനാ അറിയോ? അങ്ങനെ പുതപ്പ് പൊക്കി സുബൈക്ക് പള്ളി പോകാൻ. പക്ഷെ ഞാൻ പുതപ്പ് പൊക്കി അങ്ങോട്ട് പോവാ. എന്താണെന്നറിയോ? എനിക്ക് എന്റെ അള്ളാഹിന്റെ അടുത്ത് പോകണം, എനിക്ക് ആളെ പോകണം. അങ്ങനെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാന്നിരിക്കും, റിപ്പീറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാന്നിരിക്കും. എന്റെ ശരീരം എന്താ വിശ്വസിക്കുക? ആടെ അള്ള ഉണ്ട്. സുബൈക്ക് പോകാൻ പറ്റാതെ വിഷമം വരും. എന്തുകൊണ്ടല്ല? സുബൈക്ക് പള്ളിയിൽ കണ്ടില്ല എന്ന് ചോദിക്കണ ഉത്തരം പറയാനല്ല. പല ആൾക്കാർ സുബൈക്ക് പള്ളി പോണേരാ. അതായത് ഈ സുബൈക്ക് നിങ്ങൾ കണ്ടില്ല എന്തേനു? അള്ളാ, മൂപ്പരക്കാരെ നാളെ ചോദിക്കുകയാണെങ്കിൽ പോയി കഷ്ടപ്പെട്ട് പൊത്തൊക്കെ പൊക്കി പള്ളി പോയി നിസ്കരിച്ച് മൂപ്പരക്ക എന്താ അവസ്ഥ എന്ന് വെച്ചാൽ സുബൈക്ക് പള്ളി പോയത് ഒരു കണ്ടിട്ടില്ല. അത് അവരെ കുറിച്ചാ പറയുന്നത്. നാശം
നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നിർഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി നമ്മളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ഏറ്റവും നല്ല മുത്തക്കികളായി ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും നേരം അള്ളാഹിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയാണല്ലേ. ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെ പ്രയാസങ്ങൾ എന്താ? വിഷമം നമ്മളെ വിഷമം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലകളാണ്. ഇന്നലകൾ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ സംഭവിച്ച ഇന്നലെ അല്ലേ? ഒന്ന് ആലോചിക്കും. നമ്മളെ വിഷമം അതാണ്, സങ്കടമാണ്. അങ്ങനെ ചെയ്യേനി മൂപ്പര് എന്നോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഇങ്ങനായി, ഓര് മരിച്ചത് എനിക്ക് നല്ല വിഷമായി, എന്തോ ആയിക്കോട്ടെ, നല്ല വിഷമല്ലേ. ഇനി അടുത്തത് നമ്മളെ വേദന എന്ന് പറഞ്ഞാൽ നാളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള നമ്മളെ വേദന. അതായത് നാളെ എന്താവുന്നുള്ളത് അല്ലേ? നമ്മളെ മെയിൻ വേദന ശരിക്കും ആലോചിച്ചു. ഇന്നലെയും നാളെയും കൂടെയാണ് നമ്മളെങ്ങനെ ഇല്ലാണ്ടാക്കണം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താ പറയുന്നതെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഹദീദിലാണ് കേട്ടോ, 22-ാമത്തെ വചനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനാണ്. ഭയങ്കരമായിട്ട് എനിക്ക് സമാധാനം തന്നിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും സമാധാനം തരുന്നൊരു കാര്യമാണ്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഒരു മുസീബത്ത് നമുക്ക് വന്നു നോക്കാം. ഒരു മുസീബത്ത് എന്തോ ആയിക്കോട്ടെ, ഒരു വിഷമം, സങ്കടം. അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? ഈ ഭൂമിയിലാകട്ടെ നിങ്ങൾക്കാകട്ടെ ഒരു മുസീബത്ത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോട് കൂടി അല്ലാതെ എത്തൂല. ഒന്ന് ഓക്കെ, അതൊക്കെ നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആദ്യമേ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഹി ഹാസ് ഓൾറെഡി ഡിസൈഡ്. അപ്പൊ എന്തേക്ക് ഇങ്ങനെ അങ്ങനെ എന്റെ തൊട്ടടുത്തായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നതെന്നറിയോ? എന്തിനാണെന്നറിയോ? വ്യാകുലപ്പെടാതിരിക്കാൻ. അതായത് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാതിരിക്കാൻ. വിഷമല്ലേ? എന്നാലോചിക്കും. നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടണ്ട. അത് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. അത് ഇന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും, ഉറപ്പാ. നാളെ കുറിച്ച് ആലോചിച്ച് ബേജാറാവണ്ട. അത് എനിക്കറിയാം, വേറെ ആർക്കും അറിയില്ല. നിർബന്ധം. ഇത് മനസ്സിന്റെ ഉള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യം തലയിലുണ്ടാവണം. നിന്റെ അള്ളാഹ്ക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന പോലെ ഈ ലോകത്ത് ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റൂല, ഉറപ്പാണ്. അതാണ് സമാധാനം. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. എന്റെ നന്മക്ക് വേണ്ടിയിട്ടല്ലാതെ, എനിക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഇപ്പൊ വേദന ആണോ? അതെനിക്ക് വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ സ്നേഹം മനസ്സിലാവും. നേരെ മറിച്ചിട്ടോ വല്ലാത്ത വിധിയായി പോയി, എന്തിനേക്ക് റബ്ബിനെ എങ്ങനെ വേദനിപ്പിക്കണം, ഈ രീതിയിൽ ചിന്തിച്ചാലോ അതെന്താ പറഞ്ഞേ? എന്റെ ദാസൻ എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെയാണ് ഞങ്ങൾ വേദനിപ്പിക്കുന്ന ആളാ. എന്റെ അള്ളാഹ് ഈ സമയത്ത് എനിക്ക് വേദന തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അതിലും വലിയ വേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണ്. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്റെ അമ്മ എന്നെ സ്നേഹിച്ചതിനേക്കാളും എത്ര ഇരട്ടി എന്റെ അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ആ അമ്മനെ സൃഷ്ടിച്ചൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് വേണം മനസ്സിൽ. അള്ളാഹിനെ സ്നേഹിക്കണം. ഈ ലോകത്തിൽ എന്റെ അള്ളാഹ്ക്കല്ലാണ്ട് എന്നെ മനസ്സിലാവൂല. അത് മൈൻഡ് വേണം. ഇന്നൊന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിന്റെ അടുത്ത് അള്ളാഹ്ക്കറിയാം. അള്ളാഹ് പ്ലാൻ ചെയ്തിക്ക്. അള്ളാഹിന്റെ അത്ര ലോകത്തിൽ വേറെ പ്ലാനറില്ല. കാരണം ഈ ലോകം മൊത്തം അറിയാവുന്ന ആളുങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണോ നല്ലത്, അതോ വളരെ കുറച്ച് മാത്രം അറിയാവുന്ന നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യണമെന്നല്ലേ? ചിന്തിക്കാം. എന്റെ അള്ളാഹിന്റെ സ്നേഹം, അള്ളാഹിന്റെ കാരുണ്യം ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് അൽഹംദുലില്ലാ സമാധാനത്തിൽ പോകും. അങ്ങനെ സമാധാനത്തിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ റബ്ബിൽ ആലമീനായ തമ്പുരാനെ ചെയ്തിട്ടുണ്ട്. റബ്ബേ, നീ കരുണാമയനാണ്, ഗഫ്ഫാറാണ്. നിനക്ക് പുറത്തു തരാൻ കഴിയുന്നത്ര ഒരാൾക്കും പുറത്തു തരാൻ കഴിയില്ല റബ്ബേ. എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നാഥ. റബ്ബേ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്നും വേർപെട്ടു പോയിട്ടുണ്ട് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ നാഥ. റബ്ബേ, ഇപ്പൊ ഒരു പക്ഷെ നമുക്കറിയില്ല, നമുക്ക് കിട്ടിയ ഭാഗ്യം പള്ളിയിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം. പള്ളിയിലേക്ക് വരാൻ കൊതിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രോഗശൈലിയിൽ കിടക്കുന്നവരുണ്ട് റബ്ബേ. പള്ളിയിലൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരുടെ വിഷമങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. റബ്ബേ, സാമ്പത്തിക ക്രമക്കേടുകൾ വലിയൊരു വിഷയമാണ് റബ്ബേ. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനൊന്നും ഇല്ലാണ്ട് പറ്റൂല എന്ന രീതിയിൽ ഞാൻ ഒരുപാട് തെറ്റുകളിലേക്ക് പോയി പോകുന്നുണ്ട് റബ്ബേ. ഇതൊക്കെ ആരാപ്പ ചെയ്യാത്ത എന്ന രീതിയിൽ ചിന്തിച്ച് പോയി പോകുന്നുണ്ട് റബ്ബേ. അത് ഉള്ളിൽ എനിക്ക് സമാധാനം തരുന്നില്ല റബ്ബേ. എന്നിട്ടും ഞാൻ ചെയ്തു പോവാണ് റബ്ബേ. നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. വെള്ളപ്പൊക്കത്തിലാണ് നമ്മുടെ സഹോദരന്മാർ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ്. ആ പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടില്ല റബ്ബേ. നമ്മുടെ സഹോദരങ്ങളെ ആ പ്രയാസത്തിൽ നിന്ന് എളുപ്പം നീ കരകയറ്റണേ അല്ലാ. റബ്ബേ, നമ്മുടെ സഹോദരങ്ങൾ ഗസയിലാകട്ടെ, അങ്ങനെ പല സ്ഥലങ്ങളിലാകട്ടെ വലിയ വേദനയിൽ ജീവിക്കുന്നുണ്ട് റബ്ബേ. അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.